ഡയബറ്റിസ് രോഗികൾക്ക് നേന്ത്രപ്പഴം കഴിക്കാമോ? എത്ര അളവിൽ കഴിക്കണം? കഴിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സംശയങ്ങൾ. ഡയബറ്റിസ് രോഗികൾക്കും നേന്ത്രപ്പഴം കഴിക്കാം. പക്ഷേ അളവും കഴിക്കുന്ന രീതിയും വളരെ പ്രധാനമാണ്. നേന്ത്രപ്പഴത്തിൽ ഫൈബറും പൊട്ടാസ്യവും വിറ്റാമിനുകളും ധാരാളമുണ്ട്. എന്നാൽ കാർബോഹൈഡ്രേറ്റും ഉള്ളതിനാൽ ഒരേ സമയം കൂടുതൽ കഴിച്ചാൽ രക്തത്തിലെ പഞ്ചസാര ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സമയം അര നേന്ത്രപ്പഴമോ ചെറിയ നേന്ത്രപ്പഴമോ കഴിക്കുന്നത് മതിയാവും. നേന്ത്രപ്പഴം ഒറ്റയ്ക്ക് കഴിക്കുന്നതിനേക്കാൾ ഒരു പിടി നിലക്കടല, കുറച്ച് ബദാം അല്ലെങ്കിൽ വേവിച്ച മുട്ട പോലെയുള്ള പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നത് കൂടുതൽ നല്ലതാണ്. വളരെ പഴുത്ത നേന്ത്രപ്പഴത്തേക്കാൾ അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. നേന്ത്രപ്പഴം ജ്യൂസാക്കിയോ പഞ്ചസാര ചേർത്തോ കഴിക്കരുത്. മുഴുവൻ പഴമായിട്ടാണ് കഴിക്കേണ്ടത്. നേന്ത്രപ്പഴം ഒറ്റയ്ക്ക് കഴിക്കുന്നതിനേക്കാൾ വേവിച്ച മുട്ടയോ ഒരു പിടി നിലക്കടലയോ പോലുള്ള പ്രോട്ടീൻ ഭക്ഷണത്തോടൊപ്പം ശരിയായ അളവിൽ കഴിക്കുന്നതാണ് നല്ലത്. അങ്ങനെ കഴിച്ചാൽ നേന്ത്രപ്പഴവും ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ ഭാഗമാകാം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമോ സംശയമുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിശ്വസനീയമായ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തൂ. താങ്ക് യു.